Hello friends, welcome back to our channel Hello SSLC. ഇറ്റ്സ് മീ പ്രണവ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എസ് എസ് എൽ സി ടഫ് ആണോ, എങ്ങനെ ഫുൾ എ പ്ലസ് നേടാം, മികച്ച മാർക്ക് എങ്ങനെ കൈവരിക്കാം, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണോ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ടഫ് ആണോ എന്നുള്ള ചോദ്യം നിങ്ങളിൽ പലവർക്കും ഉണ്ടായിരിക്കും. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. 10th എന്ന് പറയുന്നത് ടഫ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുന്നോ അത്രയും നന്നായിട്ട് 10th എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 10th നന്നായി പഠിക്കാനും പറ്റും. ഇനി പലവർക്കുമുള്ള ഒരു സംശയമായിരിക്കും, 9th അപേക്ഷിച്ച് നോക്കുമ്പോൾ 10th ടഫാണോ? പലവർക്കും അറിയാം 9th കുറച്ച് ടഫായിരുന്നു, അതുകൊണ്ട് തന്നെ ഇനി 10th കുറച്ചുകൂടി ടഫ് ആകുമോ എന്നുള്ള ഒരു കാര്യം പലവർക്കും സംശയമായിട്ടുണ്ടായിരിക്കും. 9th അപേക്ഷിച്ച് നോക്കുമ്പോൾ 10th എന്ന് പറയുന്നത് സിമ്പിളാണ്, അതുകൊണ്ട് ആരും പേടിക്കണ്ട. പക്ഷേ പുതിയ കോൺസെപ്റ്റുകളെല്ലാം പഠിക്കുന്നത് 10th-ലാണ്. 10th മാത്സിനെ എടുത്തു നോക്കിയാൽ മതി, ഇഷ്ടം പോലെ പുതിയ കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. കെമിസ്ട്രി എടുത്തു നോക്കിയാൽ ഇഷ്ടം പോലെ പുതിയ കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അങ്ങനെ എല്ലാ സബ്ജക്റ്റും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ കോൺസെപ്റ്റ് പഠിക്കാനായിട്ടുണ്ട്. മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ്, ജോമെട്രി ആൻഡ് ആൾജിബ്ര മറ്റു ചാപ്റ്ററാണ്, കോർഡിനേറ്റ്സ് 6ാമത്തെ ചാപ്റ്റർ ആണ്. അങ്ങനെ നിരവധി ചാപ്റ്റേഴ്സ് നമുക്ക് പുതിയ കോൺസെപ്റ്റ് ആദ്യമായി പഠിക്കുന്ന ഇതുവരെയും കാണാത്ത രീതിയിലുള്ള പല ടോപ്പിക്കുകളും കാണാൻ സാധ്യതയുള്ള. പിന്നെ ഇപ്പോഴത്തെ ഒരു സിലബസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയായിട്ടാണ് പല സബ്ജക്റ്റിലും പുതിയ കോൺസെപ്റ്റുകൾ വരുന്നത്. അത് മാത്സ് എടുത്താലും കെമിസ്ട്രി എടുത്താലും ഒക്കെ. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഫസ്റ്റ് ആ ടൈമിൽ നന്നായിട്ട് പഠിക്കും, പഠനത്തിലേക്ക് നല്ല കോൺസെൻട്രേഷൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ കോൺസെപ്റ്റ് അവർ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റു കോൺസെപ്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പുതിയ കോൺസെപ്റ്റ് ഒക്കെ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാനും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അതാണ് ഈ ഒരു സിലബസിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് ട്രിക്ക് ഈസ് സ്റ്റഡി കൺസിസ്റ്റന്റ്ലി ഫ്രം ദ ബിഗിനിങ്. എന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും ഒരു ബേസ് കിട്ടും. അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ എന്ന് വെച്ചാൽ കുറെ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള സബ്ജക്റ്റുകളൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. സോഷ്യൽ സയൻസിൽ ഏകദേശം 21 ചാപ്റ്റേഴ്സ് ആണ് ജിയോഗ്രഫിയും ഹിസ്റ്ററിയും കൂടിയിട്ടുള്ളത്. 80 മാർക്സിൽ നടക്കാൻ പോകുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത്, ഇതിൽ A+ സ്കോർ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ വീണ്ടും വീണ്ടും വന്നിട്ടുള്ള ചോദ്യങ്ങളും, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൈഡ്സ് യൂസ് ചെയ്യാം, ക്ലാസ്സസ് ഉപയോഗിക്കാം, പല നോട്ട്സ് ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു പോയാൽ തന്നെ കൃത്യമായ ഒരു ഗുഡ് സ്കോർ നിങ്ങൾക്ക് എക്സാംസിൽ ഗെയിൻ ചെയ്യാൻ സാധിക്കും. രാവിലെ നീറ്റ് പഠിക്കുന്നത് ഏറ്റവും നല്ലൊരു വഴിയാണ്. അപ്പോൾ ഒരു ക്ലീൻ മൈൻഡ് ആയിരിക്കും. ആ നേരത്ത് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസം നമുക്ക് പഠിക്കാനുള്ള നല്ലൊരു ഉന്മേഷം കിട്ടും. എന്നും വെച്ച് രാവിലെ നേരത്തെ എണീച്ചിരുന്ന് പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം, കൃത്യമായി എല്ലാം മനസ്സിലാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് തലേ ദിവസം ടു ഡു ലിസ്റ്റിൽ കുറേ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി എഴുതി വെക്കരുത്. കാരണം രാവിലെ എണീറ്റ് കുറച്ച് പഠിച്ചാൽ തന്നെ ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് ഈ ഒരു വലിയ സബ്ജക്റ്റിന്റെ ലിസ്റ്റും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് പഠിക്കാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന നേരത്ത് ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ കുറേ അധികം സബ്ജക്റ്റുകൾ എഴുതി വെക്കരുത്. 2 or 3 സബ്ജക്റ്റുകൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുക. അതിനുശേഷം മെല്ലെ മെല്ലെ ആ സബ്ജക്റ്റിന്റെ ലിസ്റ്റ് കൂട്ടി വരികയും പിന്നീട് അതൊരു ടൈം ടേബിൾ ആക്കി മാറ്റി അതിനനുസരിച്ച് പഠിക്കാൻ തുടങ്ങുകയുമാണ് ചെയ്യേണ്ടത്. ഒരു ടൈം ടേബിളും സ്റ്റഡി പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം ടേബിളിൽ നമ്മൾ കൃത്യമായി കുറേ സബ്ജക്റ്റുകൾ ദിവസേന പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി മുന്നേ തന്നെ പെർമനന്റ് ആയി സെറ്റ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ടൈമും ഉണ്ടായിരിക്കും. എന്നാൽ സ്റ്റഡി പ്ലാനിൽ ഇന്ന് ഇത്രയും പഠിച്ചു തീർക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്.
നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ പോരാ, അവിടെ സ്മാർട്ട് വർക്കും കൂടി ചെയ്യണം. ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പക്ഷേ സ്മാർട്ട് വർക്ക് ആയിരിക്കാം. അതുപോലെ തന്നെ എക്സാം ടൈം അടുക്കും തോറും ചിലവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പേടി എന്ന് പറയുന്നത്. ഈ പേടി എക്സാമിന് അടുക്കും തോറും കൂടി കൂടി വരും. അവസാനം എക്സാം ഹാളിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് ചോദ്യങ്ങൾ വായിച്ച് ചിലപ്പോൾ ഈ അറിയുന്ന ഉത്തരമായിരിക്കാം, പക്ഷേ ഉള്ളിലുള്ള ഭയം കാരണം ഉത്തരങ്ങളൊന്നും നേരെ വണ്ണം എഴുതാൻ പറ്റില്ല, അതൊന്നും കൃത്യമായി പഠിച്ചത് ഓർമ്മ വരില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ എക്സാം ടൈമിലുള്ള ഒരു പേടി മാറ്റിവെക്കണം. ആ ഒരു പേടി എക്സാമിനെ വളരെ രീതിയിൽ ബാധിക്കുകയും നിങ്ങളെ മാർക്കുകളെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ എങ്ങനെയാണ് പഠിക്കുക? മലയാളം പഠിക്കാനായിട്ട് കൃത്യമായി നമ്മൾ വായിക്കണം, ടെക്സ്റ്റ് വായിക്കണം, നോട്ട് വായിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഉള്ള ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് വായിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ തന്നെ എക്സാമിന് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വാചകത്തില് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കുന്നതാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് മലയാളത്തിന് ഈ ഒരു രീതിയിൽ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിന്റെ തലേ ദിവസം ഇരുന്നിട്ട് പഠിക്കുമ്പോൾ പോലും ഈ ഒരു ട്രിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. മലയാളം എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ലാംഗ്വേജ് സബ്ജക്റ്റുകൾ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ ഇത് ഉപയോഗിച്ച് നോക്കാം. ഇനി ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ സ്റ്റുഡൻസിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നന്നായി പഠിച്ചിട്ട് മാർക്ക് വേണ്ടത്ര കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു നല്ലൊരു സ്റ്റെപ്പായിട്ടാണ് കാണേണ്ടത്. കാരണം ആ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത എക്സാമിന് അതിനേക്കാൾ എത്രയോ കൂടുതൽ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന മാർക്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇഫ് വൺസ് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു മാർക്ക് നിങ്ങൾക്ക് എക്സാംസിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, ഇനി എനിക്ക് എക്സാംസ് എളുപ്പമായിരിക്കും, ഇനി കുറേശ്ശെ പഠിച്ച് തുടങ്ങിയാൽ മതി, ഇനി കുറേശ്ശെ പഠിച്ചു പോയാൽ മതി, എല്ലാതും എളുപ്പമായിരിക്കും എന്ന് ചിന്തിക്കരുത്. അത് പിന്നീട് നിങ്ങളുടെ മാർക്ക് വീണ്ടും കുറയാനുള്ള കാര്യത്തിലേക്ക് വഴിതിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഓൾ സ്റ്റുഡൻസ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.